ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വർക്ക്ഷോപ്പിന് മുന്നിലുണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഈ വർക്ക്ഷോപ്പിൻ്റെ ഉടമയായിട്ടുള്ള സന്ധ്യ എന്ന് പറയുന്ന വീട്ടമ്മയ്ക്കാണ് അന്ന് ഗുരുതരമായി പരിക്കേറ്റത്. എല്ലാം അവസാനിച്ചെന്ന് കരുതിയ നിമിഷം മരണം മുന്നിൽ കണ്ടത് തന്നെ. ഞാൻ കറണ്ട് അടിച്ച് മരിക്കുമെന്നുള്ളായിരുന്നു. കറണ്ടാന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു വീണപ്പോൾ. അപ്പം തട്ടി മാറ്റാൻ നേരത്തെ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പം എർത്തടിച്ച് തെറിച്ച് പോകാന്നുള്ളൊരു ഇതായിരുന്നു. അന്നേരം അവൻ്റെ പുറയിലൊരു കാറുണ്ടായിരുന്നു, ആ വണ്ടിക്കാരുടെ തന്നെ. അവരെന്നാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർ തയ്യാറായില്ല. അവരന്നേരം തന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി. നാട്ടുകാർ സന്ധ്യയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. 8 ദിവസം ആശുപത്രിവാസം. പെടലി അനക്കരുത്, സ്ട്രേറ്റ് തന്നെ കിടക്കണം, കാല് താഴെ കുത്തരുത്, കാലിന് കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ തലയ്ക്കെല്ലാം ഒരു സൈഡ് ഇങ്ങനെ പെരുത്തിരിക്കുക. അത് 3 മാസമെങ്കിലും കഴിയുമെന്ന് പറഞ്ഞ് നേരെയാകാം. ആശുപത്രിയിൽ നിന്ന് തിരികെ എത്തിയിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. ഒടിഞ്ഞ കാലിന്റെ ചികിത്സയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ. കരുനാഗപ്പള്ളി MLA CR മഹേഷിന്റെയും ചില സംഘടനകളുടെയും സഹായമൊഴിച്ചാൽ മറ്റു സർക്കാർ സംവിധാനങ്ങളോ ഇവരെ അപകടത്തിലാക്കിയ ലോറി ഉടമയോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് ഇത്രയും വലിയൊരു സീരിയസ് ആണെന്ന് മനസ്സിലായത്. ഇപ്പോഴും കേബിളുകളെല്ലാം അവിടെ താന്ന് കിടക്കുമെന്ന് ആൾക്കാർ കാണാൻ വരുന്നവർ പറയുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനൊരു വീഴ്ച ഉണ്ടാവരുത്. ഈ കേബിളിൽ എനിക്കിങ്ങനെ കയ്യെത്തി പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ആ വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സ്ഥലത്തിന് 1 കിലോമീറ്റർ അകലെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തം തന്നെ. ക്യാമറമാൻ ഷാനാസ് പരിതിരപ്പം, കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.